ശ്രീമന്നാരായണീയം ദശകം 19 പ്രജേതസ്സുകളുടെ കഥ. ശ്ലോകം 8. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമത്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യധേരീനഗതോ മുദൈവതാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പ്രജേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ അവർക്ക് ചോദിക്കാതെ തന്നെ വരങ്ങൾ കൊടുക്കുന്നത്. പ്രജേതസ്സുകളെ കുറിച്ച് ഓർക്കുന്നവർക്ക് പോലും ശ്രേയസ്സുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. പിന്നെ അവർ ജപിച്ചുകൊണ്ടിരുന്ന ആ രുദ്രഗീതം, ശ്രീ പരമേശ്വരൻ ഉപദേശിച്ചു കൊടുത്ത ആ രുദ്രഗീതം ജപിക്കുന്നവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമാറാകട്ടെ. ഇനി 2 വരം കൂടി വേറെ കൊടുക്കുകയാണ്. മഹീരുഹാം തനയാം. മഹീരുഹം എന്ന് പറഞ്ഞാൽ മരമാണ്. ഇവിടെ മഹീരുഹാം വൃക്ഷങ്ങളുടെ തനയാം പുത്രിയെ കാന്താം അവാപ്യ ഭാര്യയായി അവാപ്യ ലഭിച്ചിട്ട് കിട്ടിയിട്ട് തയാ അവളോടുകൂടി ദശലക്ഷവത്സരീം 10 ലക്ഷം വത്സരീം സംവത്സരം രമത്വം നിങ്ങൾ രമിച്ചു കൊള്ളുവിൻ. ഇനി വൃക്ഷങ്ങൾ എടുത്തു വളർത്തിയ ആ പുത്രി, അത് കണ്ടു മഹർഷിക്ക് പ്രമ്ലോജ എന്ന ദേവസ്ത്രീയിൽ ജനിച്ച മാരിഷ എന്ന കന്യകയാണ്. ആ കുട്ടിയെ നോക്കി വളർത്തിയത് വൃക്ഷങ്ങളാണ്. ഇനി പ്രജേതസ്സുകൾക്ക് മാരിഷയെ വിവാഹം കഴിക്കാൻ സാധിക്കട്ടെ. അവളോടുകൂടി 10 ലക്ഷം സംവത്സരങ്ങൾ സന്തോഷമായിട്ട് കഴിയാനിടവരട്ടെ. നമുക്ക് ഭഗവാൻ കൊടുക്കുന്ന വരമാണ്. ദക്ഷ സുത അസ്തു. ദക്ഷൻ എന്നൊരു സുത പുത്രൻ അസ്തു ഉണ്ടാകട്ടെ. മാരിഷയില് അവർക്ക് ദക്ഷൻ എന്നു പേരുള്ള ഒരു പുത്രൻ ഉണ്ടാകട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. തക്ഷണാത് നനു ഉടനെ തന്നെ മാം നിങ്ങൾ പ്രയാസ്യത എന്നെ പ്രാപിക്കുകയും ചെയ്യും. ദക്ഷൻ എന്ന പുത്രൻ അവർക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പ്രജേതസ്സുകള് മോക്ഷം കിട്ടി ഭഗവാനിലേക്ക് ചെന്ന് ചേരും. ഇതി എന്നിങ്ങനെ മുദായേവ സന്തോഷത്തോടു കൂടി തന്നെ താൻ ന്യഗത താൻ അവരോട് ന്യഗത അരുളി ചെയ്തു. ഭഗവാൻ അരുളി ചെയ്തു. ഇപ്പൊ വൃക്ഷങ്ങൾ എടുത്തു വളർത്തിയ മാരിഷ എന്ന കന്യകയെ നിങ്ങൾ വിവാഹം കഴിക്കും. ഇവിടെ 10 ലക്ഷം സംവത്സരം നിങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടും. അതിനുശേഷം നിങ്ങൾക്ക് ദക്ഷൻ എന്നൊരു പുത്രൻ ഉണ്ടാകും. ആ പുത്രൻ ഉണ്ടായി കഴിയുമ്പോൾ ഭഗവത് സായുജ്യം നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം ഭഗവാൻ സന്തോഷിച്ച് പ്രജേതസ്സുകൾക്ക് കൊടുത്തതാണ്. ഈ വരങ്ങളെല്ലാം പ്രജേതസ്സുകൾ ആവശ്യപ്പെട്ട് കൊടുത്തതല്ല. ചോദിക്കാതെ തന്നെ കിട്ടുന്ന കാര്യങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും ആ കിട്ടുന്ന ആൾക്ക്. അതേസമയത്ത് ചോദിച്ചു വാങ്ങിക്കുന്നതിന് അത്ര സന്തോഷമുണ്ടാകില്ല. ചിലപ്പോൾ അത് തരുന്നത് സന്തോഷത്തോടു കൂടി ആയിരിക്കണമെന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ആവശ്യപ്പെടാതെ കിട്ടിയ ഈ വരങ്ങൾ അവർക്ക് അത്യധികം സന്തോഷം ഉളവാക്കി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.